എനിക്കൊരു മോളുണ്ട്. അവള് 3-ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പൊ അവൾക്ക് കഴിഞ്ഞ ദിവസം ഒരു കത്ത് കിട്ടി. അവളുടെ ഒരു കൂട്ടുകാരിയാണ് ആ കത്ത് കൊടുത്തത്. ഈ കത്ത് വീട്ടിൽ കൊണ്ടുവന്ന് നമ്മളെ കാണിച്ചു. അങ്ങനത്തെ ശീലം നമ്മൾ വളർത്തിയെടുത്തയാട്ടോ. ചെറിയ ക്ലാസ് ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ എല്ലാ ദിവസവും ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ മക്കള് രണ്ടുപേരോടും അന്ന് എന്തൊക്കെ വിശേഷങ്ങൾ ക്ലാസ്സിലുണ്ടായി, ടീച്ചേഴ്സും കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അതങ്ങനെ നമ്മൾ ചോദിച്ച് ചോദിച്ച് ശീലമാക്കിയതുകൊണ്ട് ഇപ്പൊ വളർന്നവർ കുറച്ചുകൂടി മുതിർന്ന ക്ലാസ്സുകളിലായപ്പോൾ അവർ തനിയെ തന്നെ നമ്മളോട് വൈകുന്നേരം അന്നത്തെ ദിവസം ക്ലാസ്സിൽ നടന്ന എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്. പറഞ്ഞില്ലെങ്കിൽ അവർക്ക് എന്തോ ഒരു സമാധാനം കിട്ടാത്ത പോലെയാണ്. അപ്പൊ ആ കൂട്ടത്തിലാണ് അവളുടെ ഒരു കൂട്ടുകാരി അവൾക്കൊരു ലെറ്റർ കൊടുത്തത്, അവൾ എന്നെ കാണിച്ചത്. അപ്പൊ ആ ലെറ്റർ നമ്മൾ വായിച്ചപ്പോൾ അതിൽ 1-2 സെന്റൻസ് നമുക്ക് കുറച്ച് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. കാരണം 3-ാം ക്ലാസ്സിൽ പഠിക്കുന്നതെന്ന് പറയുമ്പോൾ 8 വയസ്സുള്ള കുട്ടികളാണ് ആ ക്ലാസ്സിലുള്ളത്. അപ്പൊ 8 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി എഴുതി കൊടുത്ത ലെറ്റർ ആണ്. അതിലൊരു 2 സെന്റൻസ് ആണ് എന്നെ വല്ലാതെ എനിക്ക് എന്തോ ഒരു ഇത്. ഞാനപ്പോ ആ ലെറ്ററിലുള്ള ഏറ്റവും മെയിൻ ആയിട്ട് വരുന്ന 2 സെന്റൻസ് ഞാനിപ്പോ വായിക്കാം. ആദ്യം കുറെ എഴുതിയിട്ടുണ്ട്. അതിൽ യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട് ക്യൂട്ടി എന്നൊക്കെ പറഞ്ഞ കുറെ സംഭവങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിന് ശേഷമാണ് ഈ പറഞ്ഞ 2 സെന്റൻസ് എഴുതിയിരിക്കുന്നത്. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മളൊക്കെ കുറച്ച് മുതിർന്ന ക്ലാസ്സുകളിലായിട്ടാണ്, ഒരു ഹൈസ്കൂള് അല്ലെങ്കിൽ UP സെക്ഷൻ ഹൈസ്കൂളൊക്കെ ആകുമ്പോഴാണ് ജസ്റ്റ് ടീച്ചേഴ്സ് പഠിപ്പിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ കുറിപ്പുകൾ എഴുതി ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോ 3-ാം ക്ലാസ് 2-ാം ക്ലാസ് തൊട്ടേ അവർ ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ലെറ്റേഴ്സ് ഒക്കെ എഴുതി ഷെയർ ചെയ്യും, കൊടുക്കുകയൊക്കെ ചെയ്യും. കുട്ടികൾ കുറച്ചുകൂടെ അന്നത്തേനേക്കാളും ഇന്ന് കുട്ടികൾ കുറച്ചും കൂടി വേറെ രീതിയിലാണ് ചിന്തിക്കുകയും കാര്യങ്ങൾ എടുക്കുകയും ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ലെറ്ററിലുള്ള കാര്യങ്ങൾ ഞാൻ വായിക്കാം. അതിൽ മെയിൻ ആയിട്ട് പറയുന്നത് യു ആർ ബട്ട് മുസ്ലിം എന്ന് പറഞ്ഞിട്ട് ഒരു സങ്കടത്തിന്റെ സ്മൈലി അവിടെ കൊടുത്തിട്ടുണ്ട്. ഐ ആം ബ്രേക്കിംഗ് മൈ റൂൾസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടെയും ഒരു കരയുന്ന സ്മൈലി കൊടുത്തിട്ടുണ്ട്. ബട്ട് ഐ ആം എ ക്രിസ്ത്യൻ സോറി. ഒപ്പം ഇത് മോളുടെ ഫ്രണ്ട് എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ കുട്ടിയാണ്. മോള് നമ്മള് മുസ്ലിംസ്. അപ്പൊ ഇതിന് ഞാനൊരു ജാതിയോ മതമോ അങ്ങനെയൊന്നും വെച്ചിട്ട് പറയുകയല്ല. ആ കുട്ടികളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ജാതി ചിന്ത വരിക, അല്ലെങ്കിൽ അതിൽ ആ കുട്ടി കാണുന്ന ബുദ്ധിമുട്ട് എന്താണ്, അല്ലെങ്കിൽ ആ കുട്ടിക്ക് വിഷമം തോന്നാനുണ്ടായ കാര്യം എന്താണെന്നാണ് ഞാൻ ചിന്തിച്ചത്. യു ആർ മുസ്ലിം, ഐ ആം ക്രിസ്ത്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുന്നതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നാണോ കുട്ടി ഉദ്ദേശിക്കുന്നത്? ഈ കുട്ടികളുടെ മനസ്സിൽ ഇങ്ങനെയുള്ള ചിന്തകൾ വരുന്നത് എവിടെ നിന്നാണെന്നാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. നമ്മൾ മനഃപൂർവ്വമായി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കത്തില്ല. വീടുകളിൽ പേരൻസ് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ ആ കുട്ടികൾ ഇടപെടുന്ന ആ ഒരു മേഖലകളിൽ നിന്നും കുട്ടികൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളോ ആയിരിക്കും. അവർ കൂടുതലായിട്ട് ഇടപഴകുന്ന ആളുകളിൽ നിന്നും ഇടങ്ങളിൽ നിന്നും അവർ നേടിയെടുക്കുന്ന ഒരു ധാരണയോ അറിവോ ആയിരിക്കാം ഈ ഒരു ജാതി ചിന്ത മനസ്സിലേക്ക് വരുന്നത്. ശരിക്കും ചെറിയ കുട്ടികളിൽ തന്നെ നമ്മൾ ഏറ്റവും നിഷ്കളങ്കരായിട്ട് കാണുന്നവരാണ് കുട്ടികൾ. ഈ ചെറിയ കുട്ടികളിൽ തന്നെ ഇത്രയും ചെറിയ പ്രായത്തിൽ ഇങ്ങനെയുള്ള ജാതി ചിന്തകളൊക്കെ വളർത്തേണ്ടതുണ്ട്. നമ്മൾ മനഃപൂർവ്വമായിട്ട് വളർത്തുന്നതല്ല. അങ്ങനെ ആ ഒരു വരുന്ന സാഹചര്യം നമ്മൾ ഒഴിവാക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ കുട്ടികളിൽ കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടത് മനുഷ്യരെല്ലാം ഒന്നാണ് എന്നുള്ളൊരു ബോധം അല്ലേ എന്നെനിക്കൊരു ചിന്ത വന്നു. ഞാൻ അങ്ങനെ തന്നെയാണ് എന്റെ മക്കളോട് പറയാറുള്ളത്. കാരണം മോള് ഈ ജാതി മതം അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയിലോട്ട് വരുന്ന സമയത്ത് അവൾ ചോദിക്കും, പൊട്ടിടുന്നവര് ഹിന്ദുക്കള്, തട്ടമിടുന്നവര് മുസ്ലിങ്ങള്, കുരിശ് വരയ്ക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ക്രിസ്ത്യൻസ് എന്ന് അവളിങ്ങനെ പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, മക്കളെ ഇങ്ങനെ ഈ ജാതിയും മതമൊന്നും അല്ല, നമ്മൾ മനുഷ്യരെല്ലാവരും ഒന്നാണ്, അല്ലെങ്കിൽ ഒരുപോലെയാണ്, നമ്മുടെ ബയോളജിക്കൽ ഫീച്ചേഴ്സ് ഒരുപോലെയാണ്, എല്ലാവർക്കും ഒരുപോലെ ശ്വസിക്കാൻ വായു വേണം, കഴിക്കാൻ ആഹാരം വേണം, കുടിക്കാൻ വെള്ളം വേണം, ഇതെല്ലാം ഒരുപോലെ തന്നെയാണ്, ചോര ഒന്നാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു അപകടം വരുമ്പോൾ നമ്മൾ ഒരിക്കലും മുസ്ലിമിന്റെ ബ്ലഡ് തന്നെ വേണം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതൊന്നുമില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യര് സഹജീവികളാണ്, സഹകരിച്ചും സഹവർത്തിത്തോടും കൂടി ജീവിക്കേണ്ട ആൾക്കാരാണ്. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ ഇന്നത്തെ കുട്ടികളിൽ ഇങ്ങനെയുള്ള ചിന്തകൾ വളർന്നു വന്നു കഴിഞ്ഞാൽ നാളെ അവർ മുതിർന്ന കുട്ടികളായി കഴിയുമ്പോൾ അവർ ഏത് രീതിയിലേക്ക് മാറും? നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് മാനവികതയല്ലേ കുട്ടികളിൽ വളർത്തിയെടുക്കേണ്ടത് എന്നൊരു ആശങ്ക എനിക്കുണ്ടായി. അത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. വീടുകളിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടുന്ന ഒരു ഉത്തരവാദിത്തമാണ്. കുട്ടികളിൽ ജാതി ചിന്തയ്ക്ക് അപ്പുറമായിട്ട് എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരെയും, ആ ഒരു മതം എന്ന് അവിടെ പറയുകയേ വേണ്ട, എല്ലാ മനുഷ്യരെയും ഒന്നുപോലെ കാണാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് മക്കളെ വളർത്തിക്കൊണ്ട് വരിക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അത് പണ്ടൊക്കെ ഓട്ടോമാറ്റിക്കലി നടക്കുന്ന കാര്യമായിരുന്നു. കാരണം നമ്മളൊന്നും പഠിക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ജാതി ചിന്ത വെച്ചോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും വിചാരിച്ച് ഫ്രണ്ട്സിനെ ഉണ്ടാക്കുക ഒന്നും ചെയ്തിട്ടില്ല. ഈ ഒരു കുട്ടിക്ക് ചിലപ്പം ഫ്രണ്ട്ഷിപ്പിന്, അത് മുസ്ലിം ആയതുകൊണ്ട് ഫ്രണ്ട്ഷിപ്പിന് അവിടെ എന്തോ ഒരു തടസ്സമുണ്ടെന്ന് തോന്നിക്കാണുമായിരിക്കും. അതുകൊണ്ടാണ് ആ രീതിയിൽ അത് എഴുതിയിരിക്കുന്നത്. നമുക്കൊന്നും അങ്ങനെ തോന്നിയിട്ടേ ഇല്ല ഇന്ന ജാതിപ്പെട്ട ആളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണെന്ന്. നമ്മളെല്ലാ ജാതി മത ഇതിനൊക്കെ അപ്പുറമായിട്ട് ഫ്രണ്ട്സ് അത്ര മാത്രമേ ഉള്ളൂ. എല്ലാവരും ഫ്രണ്ട്സ് ആണ്. ക്ലാസ്സിൽ ഹിന്ദു ഉണ്ടെങ്കിലും ക്രിസ്ത്യൻ ഉണ്ടെങ്കിലും എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സ് ആണ്. അങ്ങനെ തന്നെയാണ് നമ്മൾ ഒരുമിച്ച് ഫുഡ് ഷെയർ ചെയ്ത് കഴിക്കുകയൊക്കെ പോയിട്ടുള്ളത്. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് അതിനൊക്കെ ഒരു വിമുഖത വരുന്നു എന്നുണ്ടെങ്കിൽ നമ്മളത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പണ്ടൊക്കെ നമ്മൾ 80s 90s കുട്ടികൾ നമ്മൾ കൂടുതലായിട്ടും കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിവിയിൽ വരുന്ന രാമായണം, മഹാഭാരതം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നു. നമ്മൾ വായിക്കുന്ന ചിത്രകഥകൾ, ബാലഭൂമി, ബാലരമ, ഇതിലൊക്കെ നമ്മൾ ഹിന്ദുസിന്റെ എന്താണ്
ചരിത്രം അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട കഥകൾ, ക്രിസ്ത്യൻസുമായിട്ട് ബന്ധപ്പെട്ട കഥകൾ, മുസ്ലിംസുമായിട്ട് ബന്ധപ്പെട്ട കഥകൾ എല്ലാം വായിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ മതത്തെയും പറ്റി ഒരു ധാരണയുണ്ട്. നമ്മൾ അതുകൊണ്ട് ഒരു മതത്തിനോടും പ്രത്യേകിച്ച് വിരോധമോ വിദ്വേഷമോ ഇല്ലാതെ എല്ലാം ഒന്നുപോലെ കണ്ടുവരുന്നു. ഇന്നത്തെ കുട്ടികൾ പക്ഷെ ഒരു പർട്ടിക്കുലർ മതത്തിനെ പറ്റി മാത്രം കേൾക്കാനുള്ള സാഹചര്യം, കാരണം അവർക്ക് പുറത്തോട്ടൊരു എക്സ്പ്ലോർ ചെയ്യുന്നില്ല. അവര് ചാനലുകൾ പോലും ചിലപ്പോ ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട ചാനലുകൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അന്നൊക്കെ ഒറ്റ ചാനലേ ഉള്ളൂ, ദൂരദർശൻ എന്ന് പറഞ്ഞൊരു ചാനൽ മാത്രമേ ഉള്ളൂ. അതിൽ വരുന്ന പരിപാടികളാണ് എല്ലാവരും കാണുന്നത്. ഇപ്പൊ ഓപ്ഷൻസ് ഒരുപാടാണ്. അപ്പം അവിടെ സെലക്ട് ചെയ്ത് പർട്ടിക്കുലർ ഏരിയ മാത്രം കുട്ടികളെ കാണിച്ച് അല്ലെങ്കിൽ കുട്ടികൾക്ക് കാണാനുള്ള അവസരം ഉണ്ടാകുന്നു. അവര് കേൾക്കുന്നതും കാണുന്നതുമായതെല്ലാം അവരുടെ മതത്തിൽപ്പെട്ട കാര്യങ്ങൾ മാത്രമാകുമ്പോൾ മറ്റുള്ള മതങ്ങളെ പറ്റിയുള്ള അറിവ് അവർക്ക് ഇല്ലാതെ പോവുകയാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളതിനോടൊക്കെ എന്തോ ഒരു വിരോധം അല്ലെങ്കിൽ ഒരു വിദ്വേഷം അവർക്ക് ഉണ്ടായി വരുന്നു. ബേസിക്കലി ഈ മതങ്ങളെല്ലാം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മനുഷ്യര് തിന്മകളിലേക്ക് വഴിതെറ്റി പോകാതെ നല്ല രീതിയിൽ വരാൻ വേണ്ടിയിട്ടാണ് എല്ലാ മതങ്ങളും. ബേസിക്കലി എല്ലാ മതത്തിന്റെയും ബേസ് അതാണ്. പക്ഷെ ആ ഒരു ബേസ് അവിടെ നിർത്തിക്കൊണ്ട് അത് മറന്നുകൊണ്ടാണ് ഇന്ന് ആൾക്കാർ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ മതങ്ങളുടെ പേരിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ അടിയും അക്രമവും വഴക്കും ഒക്കെ നടക്കുന്നത്. അപ്പൊ കുഞ്ഞുങ്ങൾ ഇതിന്റെ ഇടയിൽ പെട്ടുപോകുന്നത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത്. കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര കോൺഫ്ലിക്റ്റ് ആണ് അവരുടെ മനസ്സിലുണ്ടാകുന്നത്. ഏതാണ് ശരി, ഏതാണ് തെറ്റ്, നമ്മുടേത് മാത്രം ശരി, അതിൽ മാത്രമേ ഉറച്ചു നിൽക്കാവൂ. അങ്ങനല്ല, നമ്മൾ ഒരെണ്ണം ശരി മറ്റത് തെറ്റ് എന്നല്ല, എല്ലാം ശരികൾക്ക് വേണ്ടിയുള്ളതാണ്. പല രീതിയിൽ അത് വ്യാഖ്യാനിച്ച് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബേസിക്കലി ഇതിന്റെ എല്ലാ ഉദ്ദേശം മനുഷ്യർ തെറ്റുകളിലേക്ക് പോകാതെ നന്മകളിൽ മാത്രം നിൽക്കുക, നല്ല രീതിയിൽ മുന്നോട്ട് പോകുക, നല്ല മനുഷ്യരായിരിക്കുക എന്നുള്ളതാണ്. അതില് എന്റെ മതമാണ് ഏറ്റവും ഉയർന്നത്, അതിലാണ് ഏറ്റവും ശരിയുള്ളത്, മറ്റത് തെറ്റാണ്, അങ്ങനെയൊന്നും പറയേണ്ട കാര്യം അവിടെ ഇല്ല. ഇപ്പൊ ഒരു CCTV ഉള്ള ഒരു റൂമിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്താണെങ്കിൽ ആൾക്കാർ വളരെ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യും. അപ്പോ ആ ഒരു CCTV എന്ന് വെച്ചാൽ നമ്മളെ വാച്ച് ചെയ്യാൻ ആരോ ഉണ്ട് എന്നുള്ളൊരു തോന്നലാണ്. അതുപോലെ തന്നെയാണ് ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റ് എല്ലാ മതത്തിലും പറയുന്നത്. നമ്മൾ ഇവിടുന്ന് മരിച്ച് ചെല്ലുമ്പോൾ നമ്മളുടെ ചെയ്ത നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും അളക്കാനും നോക്കാനും ഒരാളുണ്ട്. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വാച്ച് ചെയ്തുകൊണ്ട് ഒരു ശക്തിയുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിന്റെ പുറത്ത് മനുഷ്യർ കൂടുതൽ തിന്മകളിലേക്ക് പോകാതെ നന്മകളിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കും. ആ ഒരു കൺസെപ്റ്റ് മാത്രമാണ് ബേസിക്കലി എല്ലാ മതങ്ങളും കൊണ്ടുവരുന്നത്. അത് മാത്രമാണ് നമ്മൾ എടുക്കേണ്ടതും. അതിനപ്പുറത്തേക്കായിട്ട് ആരുടേതാണ് വലുത്, ആരുടേതാണ് ചെറുത് എന്നുള്ള രീതിയിൽ അടിയുണ്ടാക്കി കുട്ടികളിലും ആ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കി അവർ ഭയങ്കര കൺഫ്യൂസിങ് ആണ്. വളർന്നു വരുന്ന കുട്ടികൾ, നമ്മുടെ വീട്ടിൽ മക്കൾ പലപ്പോഴും പല രീതിയിൽ ഡൗട്ട്സ് ചോദിക്കുമ്പോൾ നമ്മൾ തന്നെ എങ്ങനെ ഇത് പറഞ്ഞു കൊടുക്കും എന്നുള്ളൊരു ഡൗട്ട് നമുക്കും വരാറ്. അപ്പൊ ഞാൻ ചുരുക്കത്തിൽ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞു വരുന്നത്, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ കുട്ടികളെ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ മതം മാത്രം പഠിപ്പിക്കാതെ അവർക്ക് എല്ലാം എക്സ്പ്ലോർ ചെയ്യാനുള്ള അല്ലെങ്കിൽ എല്ലാത്തിനെ പറ്റിയും മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ നമ്മൾ കൊടുക്കണം. നമ്മുടേത് മാത്രമാണ് ശരി എന്ന് പറഞ്ഞ് പഠിപ്പിക്കാതെ എല്ലാത്തിന്റെയും ശരികളും തെറ്റുകളും പറഞ്ഞു കൊടുത്ത് വേണം പഠിപ്പിക്കാനായിട്ട്. കുട്ടികളെങ്കിലും ആ ഒരു എന്താണ്, നമ്മളേതാണ് വലുത്, ഞങ്ങളാണ് വലുത് എന്നുള്ള ചിന്തയിൽ വളർന്നു വരാതെ നാളെയെങ്കിലും നല്ലൊരു സമൂഹം ഉണ്ടായി തീരാൻ കുട്ടികളിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങേണ്ടതായിട്ടുണ്ട്. കുട്ടികളുടെ ഫ്രണ്ട്ഷിപ്പിനായാലും മറ്റു കാര്യങ്ങൾക്കായാലും മതം ഒരു തടസ്സമല്ല. എല്ലാവരെയും ഫ്രണ്ട്സ് ആയിട്ട് കാണണം, എല്ലാവരെയും ഒരുപോലെ കാണണം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നിറത്തിന്റെ പേരിലുള്ളതായിരുന്നു. അപ്പം അന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത്. നിറത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ അല്ലെങ്കിൽ വേറെ എന്തിന്റെയെങ്കിലും പേരിൽ ആരെയും വേർതിരിച്ച് കാണാതെ സഹജീവികളായിട്ട് എല്ലാവരെയും കാണാനും ആ ഒരു മാനസികതയോടുകൂടി മാനവികതയോടുകൂടി ഒരുമിച്ച് സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനുമുള്ള ഒരു മൂല്യങ്ങളാണ് നമ്മൾ കുട്ടികളിൽ വളർത്തിയെടുക്കേണ്ടത്. അതിന് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. ആ ഒരു കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാവർക്കും, അത് കൂട്ടുകുടുംബത്തിലുള്ള മെമ്പേഴ്സ് ആണെങ്കിലും പാരന്റ്സ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും അവരിടപഴകുന്ന എല്ലാ മേഖലകളിലുള്ളവർക്കും അതിനുള്ള ഉത്തരവാദിത്തമുണ്ട്. അത് മതപഠനശാലകളായാലും അവിടെയും ആ ഉത്തരവാദിത്തം വരുന്നുണ്ട്. അവിടെ നമ്മുടേത് മാത്രം ശരിയെന്ന് പറഞ്ഞ് പഠിപ്പിക്കാതെ അവർക്ക് എല്ലാ കാര്യങ്ങളെ പറ്റിയും ഒരു ധാരണ ഉണ്ടാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം എല്ലാവർക്കും ഉണ്ട്. കുട്ടികൾ നല്ല പൗരന്മാരായിട്ട് വളരട്ടെ.